ഇടപെട്ട് ട്രംപ് ഉത്തരം കിട്ടാതെ ഇന്ത്യക്കാർ എന്ന ശീർഷകത്തിൽ മാതൃഭൂമി ദിനപത്രത്തിന്റെ എഡിറ്റോറിയൽ പേജിൽ മുൻ കേന്ദ്രമന്ത്രി പി ചിദംബരം ഒരു ലേഖനം എഴുതിയിട്ടുണ്ട്. ഈ വിഷയവുമായി താല്പര്യമുള്ള ബന്ധപ്പെട്ട ആളുകൾക്ക് ആ ലേഖനം ഒന്ന് വായിക്കാവുന്നതാണ്. അദ്ദേഹം ചില ചോദ്യങ്ങൾ മുന്നോട്ട് വയ്ക്കുകയാണ്. അമേരിക്ക എടുത്ത നിലപാടിന്റെ പശ്ചാത്തലത്തിൽ വേണമെങ്കിൽ കോൺഗ്രസ്സുകാരനല്ലേ, കോൺഗ്രസിന്റെ മന്ത്രിയായിരുന്നില്ലേ എന്നൊക്കെ പറയാം ചിദംബരം. പക്ഷേ ഇന്ത്യ മുന്നണിയുടെ ഭാവി സംബന്ധിച്ച് അദ്ദേഹം കഴിഞ്ഞ ദിവസം നടത്തിയ ഒരു പ്രസ്താവന, അതിന്റെ പേരിൽ അദ്ദേഹത്തെ എഴുന്നള്ളിച്ചുകൊണ്ട് നടന്നവരുമുണ്ട്. അവർക്ക് ഇതൊന്ന് വായിക്കാവുന്നതാണ്. ചില കൃത്യമായ ചോദ്യങ്ങൾ അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട്. ഈ വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്ന 10-ാം തീയതി വൈകുന്നേരം 5:25 ട്രംപ് അദ്ദേഹത്തിന്റെ സ്വന്തമായ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വെടിനിർത്തൽ കരാറായിരിക്കുന്നു, അത് ഉടനെ തന്നെ നിലവിൽ വരും എന്നുള്ള ഒരു ട്വീറ്റ് അല്ലെങ്കിൽ ഒരു സന്ദേശം പോസ്റ്റ് ചെയ്യുന്നത്. ഇന്ന് വൈകിട്ട് 6 മണിക്കാണ് ഇന്ത്യൻ വിദേശകാര്യ സെക്രട്ടറി ഇത് സ്ഥിരീകരിക്കുന്നത്, അല്ലെങ്കിൽ ആദ്യമായിട്ട് ഔദ്യോഗികമായിട്ടൊരു പ്രഖ്യാപനം നടത്തുന്നത്. 3:35 രണ്ട് രാജ്യങ്ങളുടെയും ഡയറക്ടർ ജനറൽമാര്, മിലിറ്ററി ഓപ്പറേഷൻസിന്റെ ഡയറക്ടർ ജനറൽമാര് കൂടിയാലോചന നടത്തിയെന്നും അതിന്റെ അടിസ്ഥാനത്തിൽ വെടിനിർത്തൽ 5 മണിക്ക് നിലവിൽ വന്നു എന്നും. 6 മണിക്കാ പറയുന്നത്. അതിനു മുമ്പ് 25 മിനിറ്റ് മുമ്പ് ട്രംപ് ഈ കാര്യം പ്രഖ്യാപിച്ചു. അദ്ദേഹം കൂടെ പറഞ്ഞു 5 മണിക്ക് ഇത് നിലവിൽ വരുമെന്നും പറഞ്ഞു. ഇതെങ്ങനെയാണ് അറിഞ്ഞത്? അതിന് JD വാൻസ് നമ്മുടെ പ്രധാനമന്ത്രിയുമായി സംസാരിച്ചു. ആണവ ഭീഷണിയെക്കുറിച്ചുള്ള എന്തെങ്കിലും മുന്നറിയിപ്പുകൾ നൽകിയോ? അതുകൊണ്ടൊക്കെയാണ് ഇന്ത്യ വെടിനിർത്തലിന് തയ്യാറായതെന്നൊക്കെയാണല്ലോ അമേരിക്ക പറയുന്നത്. ഈ ലേഖനത്തിന്റെ തുടക്കത്തിൽ പി ചിദംബരം ഒരവസ്ഥയെപ്പറ്റി പറയുന്നുണ്ട്. നമുക്ക് ചില സുഹൃത്തുക്കൾ എന്ന് അവകാശപ്പെടുന്ന ആളുകളുണ്ട്. ഇയാൾ എന്നെ ഒന്ന് വിട്ട് എന്നെ ഒഴിവാക്കി പോയിരുന്നെങ്കിൽ എന്ന് നമ്മൾ ഇയാളെ പറ്റി പലപ്പോഴും ചിന്തിക്കും. ഒന്ന് ഒഴിവായി പോയിരുന്നെങ്കിൽ. പക്ഷെ ഒഴിവായി പോകത്തില്ല, പിന്നാലെ നടക്കും. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഡൊണാൾഡ് ട്രംപ് അതുപോലെയാണെന്നാണ് നമ്മുടെ ചിദംബരം പറയുന്നത് അദ്ദേഹത്തിന്റെ ലേഖനത്തിന്റെ തുടക്കത്തിൽ. ഈ ട്രംപിന്റെ കാര്യത്തിൽ നമുക്ക് വലിയ സംശയമാണ്. അദ്ദേഹം നമ്മുടെ സുഹൃത്താണോ നമ്മുടെ ശത്രുവാണോ? ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ട്രംപ് എടുത്ത ചില തീരുമാനങ്ങൾ, നടപടികൾ ഒന്ന് നോക്കൂ. നമ്മൾ ലഷ്കർ എ തോയ്ബ എന്ന് പറയുന്ന പാകിസ്ഥാൻ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഭീകര സംഘടനയുമായിട്ടാണ് ഒരു തരത്തിൽ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവരാണ് ഇന്ത്യയിലേക്ക് ഭീകര പ്രവർത്തകരെ അയക്കുന്ന ഒരു പ്രധാന ശക്തി എന്ന് പറയുന്നത്. അവരുടെ ക്യാമ്പുകളിലെ പരിശീലനം ശ്രദ്ധിച്ച ഭീകര പ്രവർത്തനത്തിന്റെ പേരിൽ ജയിലിൽ കിടന്നിട്ടുള്ള ഒരു മുൻ ലഷ്കർ എ തോയ്ബ പ്രവർത്തകനെ അല്ലെങ്കിൽ ഒരു നേതാവിനെ ഇപ്പോൾ റിലീജിയസ് ഫ്രീഡം കമ്മീഷന്റെ ഉപദേശക സമിതിയിൽ അംഗമാക്കിയിരിക്കുക. ഇസ്മയിൽ റോയർ എന്നാണ് അയാളുടെ പേര്. അതുപോലെ തന്നെ മറ്റൊരു വളരെ കുപ്രസിദ്ധനായ വിദ്വേഷക പ്രാസംഗികൻ ഷെയ്ഖ് ഹംസ, അയാളെയും പിടിച്ച് ഈ കമ്മിറ്റിയില് ട്രംപിന്റെ ഉപദേശക സമിതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുക. ഒന്ന് ആലോചിച്ച് നോക്കി. നമ്മുടെ ലഷ്കർ എ തോയ്ബയെ എങ്ങനെ തകർക്കാമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക. അവരാണ് ഈ മണ്ണിലേക്ക് ഭീകരപ്രവർത്തകരെ അയക്കുന്ന ഒരു പ്രധാനപ്പെട്ട ശക്തി. അപ്പൊ നമ്മുടെ ഫ്രണ്ട്, ഗ്രേറ്റ് ഫ്രണ്ട്, ബഡാ ദോസ്ത് അവിടെ വാഷിംഗ്ടണിൽ ഇരുന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ ഉപദേശ സമിതിയിലേക്ക് കയറ്റി വയ്ക്കുന്നത് ആരെയാ? ഈ ലഷ്കർ എ തോയ്ബയുമായി ബന്ധമുണ്ടായിരുന്ന മുൻ ഭീകര പ്രവർത്തകരെയാ. എങ്ങനെയുണ്ട് കാര്യങ്ങൾ? ഇതൊക്കെ എന്തു സന്ദേശമാണ് ലോകത്തിന് നൽകുന്നത്? ഇതിനെ എങ്ങനെയാണ് ഇന്ത്യ കാണേണ്ടത്? അത് മാത്രമല്ല, ഇന്ത്യയുമായുള്ള വ്യാപാര ബന്ധങ്ങളിൽ 0 ലെവൽ താരിഫിലേക്ക് പോകാൻ ഇന്ത്യ സമ്മതിച്ചിരിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട ഒരു കരാറിന് ഇന്ത്യ സന്നദ്ധമായിരിക്കുന്നുവെന്ന് ട്രംപ് തന്നെ പറഞ്ഞിരിക്കുക. നമ്മളാരും പറഞ്ഞിട്ടില്ല. ഇന്ത്യ അറിഞ്ഞതായിട്ട് നമുക്ക് ഒരു വിവരവും ഇല്ല. അങ്ങനെ ഒരു പ്രഖ്യാപനം അങ്ങ് നടത്തിയിരിക്കുകയാണ്. നമ്മുടെ ഏറ്റവും വലിയ ഒരു സുഹൃത്തായിട്ടാണ് ഇന്ത്യ, പ്രത്യേകിച്ച് നരേന്ദ്രമോദി, അമേരിക്കയും ട്രംപിനെയും കണ്ടിരുന്നത്. അമേരിക്ക എന്ന് പറയുന്നില്ല, ട്രംപിനെ കണ്ടിരുന്നത്. ബഡാ ദോസ്ത് എന്ന് പറയും. അപ്പം അദ്ദേഹം എന്ന് പറയും, നമ്മുടെ ട്രംപ് സാറ് പറയും, മൈ ഗ്രേറ്റ് ഫ്രണ്ട് മോഡി, എൻ്റെ ഏറ്റവും മഹാനായ സുഹൃത്താണ്. അവരുടെ ആലിംഗനവും മറ്റും കാണുമ്പോഴേ നമ്മൾ അറിയാതെ ഈ ദേശസ്നേഹം കൊണ്ട് നമുക്ക് കോരിത്തരിപ്പുണ്ടാവും. അത്തരത്തിലൊരു ബന്ധമായിരുന്നു. 2019 നമ്മുടെ മോദി അദ്ദേഹത്തിന് വേണ്ടി വോട്ട് ചോദിക്കുക പോലും ചെയ്തിട്ടുണ്ട്. സെപ്റ്റംബർ മാസത്തിലെ ഹൂസ്റ്റണിൽ അബ് കി ബാർ ട്രംപ് സർക്കാർ എന്ന് വളരെ ഉച്ചത്തിൽ മുദ്രാവാക്യം മുഴക്കിയത് അല്ലെങ്കിൽ ഒരു പ്രഖ്യാപനം നടത്തിയത് മോദിയായിരുന്നു. അപ്പോൾ ആ ട്രംപ് ഇപ്പോൾ നമ്മുടെ രാജ്യത്തിന് എതിരായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കുകയാണ്. ഇവിടെയാണ് നമ്മുടെ ശശി തരൂരിന്റെ നേതൃത്വത്തിലുള്ള ഡെലിഗേഷന്റെ പ്രസക്തി. മറ്റ് 6 പ്രതിനിധി സംഘങ്ങളെക്കാൾ വലിയ പ്രാധാന്യമുള്ളതായി
നമ്മൾ മനസ്സിലാക്കേണ്ടത്. അദ്ദേഹം പോകുന്നതിന് പ്രധാനപ്പെട്ട രാജ്യം അമേരിക്ക, പിന്നെ ബ്രസീൽ, ഗയാന, പാനമ മുതലായ രാഷ്ട്രങ്ങളിലാണ് പോകുന്നത്. അമേരിക്കയാണ് പ്രധാന ലക്ഷ്യം. അവിടെയാണല്ലോ ട്രംപ് അമേരിക്കയുടെ പ്രസിഡന്റ്. നമുക്കെതിരായിട്ടുള്ള ഇത്തരത്തിലുള്ള യുക്തിഹീനമായ, ഇന്ത്യക്ക് ഒരിക്കലും സ്വീകരിക്കാൻ പറ്റാത്ത അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ അവകാശവാദങ്ങൾ ഉന്നയിക്കുക, ഇന്ത്യക്കെതിരായിട്ടുള്ള പല നീക്കങ്ങൾ പ്രഖ്യാപിക്കുക. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ പ്രതിനിധി സംഘം അമേരിക്കയിൽ ചെല്ലുമ്പോൾ അമേരിക്കയ്ക്ക് നമ്മളോടുള്ള നിലപാടിലെ ഏതെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിന് സാധിക്കുമോ? മാറ്റങ്ങൾ എന്ന് പറയുമ്പോൾ ട്രംപ് സത്യം പറഞ്ഞാൽ അദ്ദേഹം എടുത്തിരിക്കുന്ന ഈ നിലപാടിൽ നിന്ന് പിന്നാക്കം മാറേണ്ടതുണ്ട്. ഇവിടെ അമേരിക്കയുടെ ഒരു മധ്യസ്ഥത നടന്നിട്ടില്ല. അത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. മൂന്നാമതൊരു കക്ഷി ഇടപെട്ടിട്ടില്ല. അത് മാത്രമല്ല, ആണവ ഭീഷണി സംബന്ധിച്ചുള്ള മുന്നറിയിപ്പുകളൊന്നും ലഭിച്ചിട്ടില്ല. അങ്ങനെ ഉണ്ടായിരുന്ന ഒരു അവകാശവാദം JD വാൻസ്, അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ്, ഈ വെടിനിർത്തലിന് തലേ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ടെലിഫോണിൽ വിളിച്ചെന്നും ഒരു ആണവ യുദ്ധമുണ്ടാകാനുള്ള സാധ്യതകളെ കുറിച്ചുള്ള മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്നുമൊക്കെ പറയുന്നവരുണ്ട്. അതിനെ തുടർന്നാണ് ഇന്ത്യ വെടിനിർത്തലിന് തയ്യാറായത് എന്ന ചില അവകാശവാദങ്ങൾ. ഇതൊക്കെ ഈ സംശയങ്ങൾ സംബന്ധിച്ച കാർമേഹങ്ങൾ അകറ്റുന്നതിന്, അതായത് വാസ്തവത്തിൽ ഇന്ത്യക്കെതിരായിട്ടുള്ള ചില സമീപനങ്ങളാണ് ഇപ്പോൾ ഇക്കാര്യത്തിൽ അമേരിക്ക എടുത്തിരിക്കുന്നത്. അതൊന്ന് ക്ലിയർ ചെയ്യുന്നതിന് ശശി തരൂരിന്റെ നേതൃത്വത്തിലുള്ള ഡെലിഗേഷന് സാധിക്കുമോ? വാസ്തവത്തിൽ അദ്ദേഹമാണ് ഈ 51 അംഗങ്ങളെ, വ്യത്യസ്ത ഡെലിഗേഷനുകളിലെ 51 പേരെ നോക്കുമ്പോൾ ഏതാണ്ട് ഏറ്റവും കൂടുതൽ അന്താരാഷ്ട്ര അല്ലെങ്കിൽ നയതന്ത്ര ബന്ധങ്ങളിൽ പരിചയമുള്ള ആളാണ്. സൽമാൻ ഖുർഷിദൊക്കെ ഉണ്ടെങ്കിൽ പോലും UN അണ്ടർ സെക്രട്ടറി ജനറൽ ആയിരുന്ന, പിന്നീട് ഇന്ത്യയുടെ വിദേശകാര്യ സഹമന്ത്രിയായിരുന്ന, ഇപ്പോൾ വിദേശകാര്യ പാർലമെന്ററി കമ്മിറ്റിയുടെ ചെയർമാൻ ആയിരിക്കുന്ന ശശി തരൂർ, അദ്ദേഹത്തിന് ഈ കാര്യത്തിൽ വലിയ കാര്യങ്ങൾ ഇന്ത്യക്ക് അനുകൂലമായിട്ട് ചെയ്യാൻ സാധിക്കുമെന്നാണ് ഇന്ത്യ പ്രതീക്ഷിക്കുന്നത്.